വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസ്റ്റ് വ്ലോഗ്സ് 9.2. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ റിനോവേഷൻ വർക്കും പിന്നെ ഫ്രണ്ടിലത്തെ മതിൽ കെട്ടുന്നൊരു വീഡിയോയാണ്. അപ്പോൾ ഇന്ന് ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ വീടിൻ്റെ റിനോവേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യം തുടങ്ങിയത് മതിലിൻ്റെ പണിയാണ്. വീടിൻ്റെ അതിർത്തിയിലുള്ള എല്ലാ മരങ്ങളും പറിച്ചു മാറ്റുന്നതിന് JCB കൊണ്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് അറ്റപ്പര കണ്ട ക്ലിയർ ആക്കിയതിന് ശേഷം പണി ചെയ്യാനുള്ള മെറ്റലും മണലൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ സൈഡിലും അതിൽ തന്നെ അറ്റം വരെ JCB കൊണ്ട് ലെവൽ ചെയ്ത് മരങ്ങളും ചെടികളെല്ലാം അതിർത്തിയിൽ പറിച്ചു മാറ്റി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട്. ഇത് ചെയ്യുന്ന കൃഷ്ണകുമാറാണ്, വർക്ക് ചെയ്യുന്ന കൃഷ്ണകുമാറാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ ബോർഡർ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് മരങ്ങളെല്ലാം ചെടികളും ഒക്കെ പറിച്ച് മാറ്റി ബോർഡർ ക്ലിയർ ചെയ്ത് അടുത്ത് കോൺക്രീറ്റിൻ്റെ നിർത്തി വാർക്കുന്ന മതിലിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇതിപ്പോൾ വീടിൻ്റെ കന്നിമൂല തീർത്തെടുത്തിട്ട് 2 റൂം മുകളിലും താഴെയും റൂം എടുക്കാനുള്ള കൺസ്ട്രക്ഷൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്കാണ് നടക്കുന്നത്. അത് കോൺക്രീറ്റിൻ്റെ ബീമിലാണ് വർക്ക് ചെയ്യുന്നത്. തറയ്ക്ക് പകരം ബീമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബീം ചെയ്യാനുള്ള 4 അടി സ്ക്വയറുള്ള കുഴിയാണ് എടുത്തിട്ടാണ് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ജനലും മുകളിൽ അന്നുന്ന ആ ജനലും ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ചുമരിലേക്ക് മാറ്റി വെച്ചിട്ട് റീപ്ലേസ് വെച്ചിട്ടുള്ള വർക്കാണ്. അതിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ കാണിക്കും വർക്ക് ഇതാ. ഈ കാണുന്ന ഗ്യാപ്പുണ്ട്, അതിലേക്ക് താഴത്തെ ജനലും മുകളിൽ പണിയുന്ന ആ പോർഷനിലേക്ക് മുകളിൽ ജനൽ ഷിഫ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ജനലുകൾ കംപ്ലീറ്റ് ക്ലോസ് ആവും. അത് അപ്പുറത്തെ ഭാഗങ്ങൾ റൂമിൽ ഓപ്പണിംഗ് ആക്കും. അപ്പോൾ നമ്മുടെ ഹോളിലേക്കും താഴത്തെ റൂമിലേക്കും ഉള്ള ഓപ്പണിങ്ങുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമെൻറ്റ് കട്ടകൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ ആദ്യത്തേത് മുഴുവനും വെട്ടുകല്ലിലാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ വർക്ക്, മുന്നത്തെ പഴയ ബിൽഡിങ്ങിൻ്റെ വർക്ക്. പക്ഷേ ഇപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. കോൺക്രീറ്റിൻ്റെ ബീം പില്ലറ് ചെയ്യാനുള്ള ഭാഗമാണ് കാണിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ അവിടേക്ക് കിടക്കുന്ന ഭാഗമാണ്. മെയിൻ റോഡിൽ നിന്ന് താഞ്ഞ റോഡ് എന്ന് പറയും. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒറ്റയാക്കട്ടമ്പലത്തിൻ്റെ മുന്നിലുള്ള വഴി നേരെ വന്നത് എൻ്റെ വീടിൻ്റെ അവിടേക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മതിൽ കെട്ടാന്നതിന് മുൻപായിട്ടുള്ള വീഡിയോന് ശേഷം ഇതെല്ലാം എടുക്കുന്ന മതിൽ കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് മൊത്തത്തിൽ എല്ലാം ഒന്ന് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കിടക്കുന്ന വഴിയിലേക്ക് തിരിയാണ്. അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് കാണുന്നത്, പൊറ്റക്കാട് വിശ്വേശ്വരി ക്ഷേത്രം. അതിന് മുന്നിൽ കൂടെ തന്നെയാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ആ വഴി നേരെ തിരിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പുതിയ മതിൽ കാണാം. ഇപ്പോൾ കെട്ടിയ പുതിയ മതിലാണ്. ഈ മതിലിപ്പോൾ 14 അടി വീതിയിലാണ് നമ്മുടെ വഴി വരുന്നത്. മുന്നിൽ നിന്നുള്ള അമ്പലത്തിന് മുന്നിലുള്ള വഴിയും നമ്മുടെ ഈ വഴി 14 അടി വീതിയിലാണ് വരുന്നത്. മതിൽ നല്ല സ്ട്രോങ് ആയിട്ട് കാണാൻ നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് കൃഷ്ണകുമാറാട്ടം ചെയ്തിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിലും പറഞ്ഞല്ലോ, മറ്റേ ഫൈബർ ഗ്ലാസ് കമ്പ്യൂട്ടറുള്ള മതിൽ. ഈ മതിൽ പണിതതിന് ശേഷമാണ് ആ മതിലിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കമ്പി വെച്ച് തന്നെ പണിത്. പക്ഷേ ബാക്ക് സൈഡിൽ പണിയുമ്പോൾ വെള്ളത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഫൈബർ ഗ്ലാസ് കമ്പിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചത്. നമ്മുടെ വഴിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കിടക്കണം. വീട്ടിലെ വർക്കുകളൊക്കെ ഒരുവിധം ഫിനിഷായിട്ടുണ്ട്. റൂമിൻ്റെ പുതിയ കന്നിമൂല തീർത്തെടുത്ത ഭാഗം ഫിനിഷായിട്ട് അതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ മുന്നിലുള്ള മതിൽ മറ്റേ തെക്കേ സൈഡിലുള്ള ഒരു മതിലാണിത്, വീടിൻ്റെ തെക്ക് സൈഡ്. അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് വീടിൻ്റെ കന്നിമൂല തീർത്തെടുത്ത ഭാഗമുണ്ട്, ആ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമർ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ജനലുകളെല്ലാം വെച്ചു, ജനൽ പെയിൻറ്റിങ് എല്ലാം ഇതും കഴിഞ്ഞു. ഇനി പ്ലംബിങ്ങിൻ്റെ വർക്കും എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട്
നമ്മൾ മറ്റേ കോൺക്രീറ്റ് ബ്രിക്കുകൾ വിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫൈബർ കമ്പി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഫൈബർ കമ്പിയാണ് ഈ ഇരിക്കുന്നത്. ഇതാ ഈ കോർണറിലായിട്ട് കാണുന്നപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇരിക്കുന്ന ആ ഫൈബർ കമ്പിയാണ്. ഇനി അടുത്ത വർക്ക് നമുക്ക് വരുന്നത് അതാണ്. അപ്പോൾ ആ വർക്ക് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളിച്ച് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഈ മഴക്കാലമെല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ പിന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ജിൽസ് വ്ളോഗ്സ് 9.2 സൈനിങ് ഔട്ട്.